ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ദുബായ്ക്ക്. അപ്പം ഏഷ്യാൻ്റെ വകയാണ്. അപ്പോൾ എൻ്റെ ദുബായ് ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ അത്. അപ്പം നമുക്ക് എൻ്റെ വീഡിയോയിൽ ബാക്കി കാണാം. ഞാനങ്ങനെ പ്രൊഫഷണൽ ബ്ലോഗറൊന്നുമല്ല, പക്ഷേ എന്നാലും എൻ്റെ യാത്ര നിങ്ങളെ കാണിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ ക്ഷമിക്കുക. അങ്ങനെ എൻ്റെ ആദ്യത്തെ ദുബായ് യാത്ര ഇതാ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ദുബായിലെ ഫസ്റ്റ് ഡേ, ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് ഇങ്ങനെ രാവിലെ ആയിട്ട് എഴുന്നേക്കാതെ കിടക്കുക. എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷേ അങ്ങ് മടി. രാത്രി ലേറ്റായി വന്ന് കിടന്നപ്പോൾ. അപ്പം ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങുക. അങ്ങനെ ദുബായിലൊന്നും സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ. അപ്പം ഇങ്ങനെ ഗോൾഡ് സൂക്കിലോ ഒക്കെ പോയിട്ട് വരാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവനും കൂടെ വന്നിട്ട് ഗോൾഡ് സൂക്കിൽ പോകാമെന്ന് വെച്ചു. അവൻ ഇവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും കൂടെ കൂട്ടി ഗോൾഡ് സൂക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ റിസപ്ഷനിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവനിപ്പോൾ വരും. ആരെ തപ്പി നടക്കുവാണ്? അവല്ലേ പറ, നമ്മുടെ പഴയ സിനിമാ ജീവിതം പറ. സിനിമാ ജീവിതത്തിൽ നിന്നും ഞാനിപ്പോൾ വേറിട്ട ജീവിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം ഉറപ്പിച്ചു. ഇപ്പൊ ഒരു ഫാമിലി ഞാൻ മാറിക്കൊണ്ടിരിക്കില്ല. ജോലിയാണെങ്കിൽ എടുത്തെടുത്ത് മടുത്തു. എനിക്ക് വയ്യ 95 ജോബ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റണില്ല എനിക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ജോലി നിർത്തണമെന്ന് ആഗ്രഹം. നടപടി ആവുമെന്നറിയില്ല. അപ്പൊ നമ്മുടെ പഴയ സിനിമ യാത്രകൾ നമുക്ക് നോക്കാം. പഴയ സിനിമ യാത്ര എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മുതൽ പറയാം. ഞാനും അഭിഷേകും കൈലാസും നമ്മൾ മൂന്നാണ് ഫസ്റ്റ് കണ്ടുമുട്ടിയത് ബിഗ് ബ്രദർ ലൊക്കേഷൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇത്രയും നമ്മൾ കണക്റ്റഡ് ആവുന്നു ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഈ റെക്കോർഡിംഗ് തന്നെയല്ലേ. അപ്പോൾ നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലും പിന്നെ എന്താ പറയാ ആൾക്കാർ ഒപ്പിച്ചു കൊടുക്കുന്ന ലെവലും ആ രീതിയിലൊക്കെ വന്നത്. ഒപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, ഇന്ന സ്ഥലത്ത് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്. വേറെ ഒന്നല്ല, സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് നെഗറ്റീവ് ചിന്തിക്കുക. ബിഗ് ബ്രദർ സബ് കോർഡിനേറ്റർ. യെസ്, കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. കുറെ ആൾക്കാരോട് നമ്മൾ ഇന്ന സ്ഥലത്ത് സിനിമയുണ്ട്, സാധനം എന്താ പറയാ ഇവിടെ പോണം അവിടെ പോണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ കൈലാസിനാണ് നീയും നല്ലോണം കണക്റ്റഡ് ആയി, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. പിന്നെ കുറേ സിനിമ വർക്കിന് പോയി. പട്ടി വിലയായിരുന്നു 3 പേർക്കും. ബിഗ് ബ്രദറിലൊക്കെ എന്തോ രീതിയിൽ ചെറിയൊരു സീര് കിട്ടി, ഒരു നുള്ളുന്ന സീര്. ഇത് കഴിഞ്ഞിട്ട് സിനിമ സ്വപ്നങ്ങൾ എനിക്ക് അഭിഷേകിന്റെ പോലെ അത്രയും സ്വപ്നമില്ല. കിട്ടി പോയാ ആ രീതിയിലായിരുന്നു. പക്ഷെ നീ ചെറുതില് മുതലേ പണ്ടേ മുതലേ പറയുന്ന പോലെ ആഗ്രഹിച്ച് ഇപ്പൊ ബിഗ് ബോസിൽ എത്തി. ഇനി എനിക്ക് കുറെ സിനിമ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ദുബായിയുടെ പൊരി വെയിലത്തൂടെ ഞങ്ങൾ നടക്കുകയാണ് കാണാൻ വേണ്ടി. ഗോൾഡ് സൂക്കാണ്, ചില്ലറ സൂക്കേടൊന്നും അല്ല. ഉച്ചയ്ക്ക് 12 മണിയുടെ വെയിലത്താണ് ഞങ്ങൾ പോകുന്നത്. ജീവനുണ്ടെങ്കിൽ ബാക്കി വ്ളോഗിൽ കാണാം. വേർത്ത് കുടിച്ച് എന്റെ പൊന്നളിയാ, ഇതൊരു വിഷയമേ അല്ല. അങ്ങനെ അഭിഷേകിനില്ല കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഫുൾ ചോക്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാം. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് പൂജ വാങ്ങി തന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ സാധാ ഷർട്ടും പാൻറ്റും ഇടുന്നവനാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇതാണ്, ഇതിട്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലൂസ് ടീഷർട്ട്, ലൂസ് വെള്ള പാൻറ്റ് ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രയൽ അല്ലാതൊക്കെ ഇടുന്നത് ഇപ്പോഴൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ല, ചേരുന്നുണ്ടാവും. ചേരുന്നില്ലേ ഋഷി? നിസാൻ പെട്രോളിലെ ഡെസേർട്ട് സവാരി പോകുന്നു. എന്താണ് പരിപാടി? നമ്മൾ ഷോയിലോട്ട് പോകുന്നു. എനിക്ക് ഞാനുണ്ട് പുറത്തുനിന്ന്. അർജുനെ, നിസാൻ പെട്രോളിൽ കയറി ഡെസേർട്ട് സവാരി. മറ്റേ ആളാണോ? ഞാനും വ്ളോഗ് എടുക്കട്ടെ. വ്ളോഗ് ഋഷി എടുക്കാൻ പോകുന്ന വ്ളോഗിന്റെ വീഡിയോ ഞാൻ വ്ളോഗ് ചെയ്തു. ചോദിക്കേ
ഹലോ അഭിഷേക്, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യമല്ലേടാ, ഡിഫറെന്റ് ആയിട്ട് ചോദിക്കടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോഗ് ചെയ്യണ പുതിയ ബ്ലോഗ് വീഡിയോ എങ്ങനെയുണ്ട്? ആ ശരി, ആ പുള്ളിയായിരിക്കില്ല ഗൈസ്. പൊളിയായിരിക്കും ഗൈസ്. പറ. സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ സ്റ്റാർ അർജുൻ. ഇവൻ മുടി കാരണം കാണുന്നില്ല. സോറി, അത് ഓറേഡ് സാധനമല്ലേ, തുടിക്കുന്ന ഹാറ്റാണോടാ. പാൻ ഇന്ത്യൻ സ്റ്റാറിനോട് എന്താണ് നമുക്ക് ചോദിക്കാനുള്ളത്? പാൻ ഇന്ത്യൻ സ്റ്റാർ പറയൂ. സാറിന്റെ ഇന്റർവ്യൂ ലൈറ്റ് ഇട്ട് പാൻ ഇന്ത്യൻ സ്റ്റാർ പറയൂ. ഞങ്ങളുടെ ഇത്രയും ക്യാമറകൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കളയണമായിരിക്കും. അതെ അതെ അതെ, പേടിക്കണ്ട അല്ലേ ഗൈസ്? പറയൂ. ആദ്യത്തെ നിങ്ങൾ കാത്തിരുന്ന സീസണിന്റെ വിന്നർ ആയ ജിൻഡോ ചേട്ടൻ ഇസ് കമ്മിങ്. അയ്യോ, അത് നമ്മുടെ എങ്ങോട്ട് പോകുന്നു? ഡിക്കിക്കകത്താണോ ഇരിക്കാൻ പോകുന്നത്? ബാഗ് കൊണ്ട് വെക്കണ്ടേ? ഏത് ബാഗ്? എടാ നിങ്ങളിതിന് ബാഗൊക്കെ നിങ്ങൾ ഈ വഴി പോവാണോ? അപ്പൊ നിങ്ങളെ പെട്ടി എന്ത് ചെയ്യും? ചുമ്മാ അങ്ങനെ കട്ടായിട്ട് എടുത്തായിരിക്കും. കട്ടായിട്ട് എടുത്താണ്. അർജുനോട് ഉണ്ട്. ജാസ്മിൻ അപ്പുറത്തെ ലാൻഡ് ക്രൂസർ. ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ തൊട്ടപ്പുറത്ത്. ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ ലാൻഡ് ക്രൂസറിൽ. നമ്മൾ നിസാൻ പട്രോള്. ജാസ്മിൻ സ്പെഷ്യൽ ലാൻഡ് ക്രൂസർ. ജാസ്മിൻ അതിനകത്തിരിപ്പുണ്ട്. അവള് ഫുൾ ചില്ലിട്ട് അവൾക്ക് സ്പെഷ്യൽ വണ്ടി വേണമെന്ന് പറഞ്ഞു. അവൾക്ക് സ്പെഷ്യൽ എൻട്രി വേണമെന്ന് പറഞ്ഞാലടാ. അതെ അതെ, ഈ പരിപാടി കൊള്ളാട്ടാ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കാരണം ചിന്നോച്ചന്റെ ഉത്തരങ്ങൾ ഈ വണ്ടിയിൽ തരാൻ പറ്റില്ല. അതെന്താ? മറുപടി വേറെ റേഞ്ച് ആണ്. ഫുൾ ബിസിയാണ്, ഫുൾ ബിസി. പിന്നെ സ്പെഷ്യൽ വണ്ടി, ജാസ്മിൻ സ്പെഷ്യൽ വണ്ടി. ജാസ്മിന് ലാൻഡ് ക്രൂസറിലെ ജാസ്മിൻ വരുള്ളൂ. ഓ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടുത്ത് പോയി. ഒരു കൂളിംഗ് ഗ്ലാസ് അഭിഷേകിന്റെ സ്ലേറ്റ് ഒരുമിച്ച് ഒട്ടിച്ച് അറിവിന്റെയാണ്. ജിന്റെ ചേട്ടൻ വെച്ച എന്റെ കണ്ണാടി. അയ്യോ, ചേരുന്നുണ്ട്. അഭിഷേക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങളുടെ ബ്ലോഗ് എങ്ങനെ പോകുന്നു അഭിഷേക്? ജിൻഡോ ചേട്ടന്റെ ഗ്ലാസ്. ജിൻഡോ ചേട്ടന്റെ ഗ്ലാസ്. ഋഷി ഇറങ്ങി ഒരു ഫോട്ടോ എടുത്തോ അഞ്ചെണ്ണോ? ഫോട്ടോ ഇവര് എടി അവര് അവരുടെ ജോലി ചെയ്യാൻ സമയത്ത് പ്ലീസ്. നമ്മൾ നിസാൻ പട്രോൾ. ബോഡി ഗാർഡ്സിനെല്ലാം താങ്ക് യു. കേറ് എടാ ഋഷി, എന്നാ ഞാൻ താങ്ക് യു. ഈ ബോഡി ഗാർഡ്സിന്റെ എന്ത് ചെയ്തേട്ടാ? ഇല്ല, ജിന്റെ ചേട്ടൻ കയറാണ്. ബാഗ് കഴിഞ്ഞാൽ തന്നെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം കറങ്ങാൻ വേണ്ടി പോന്നു. വലിയ സ്റ്റൈലിഷ് ഒന്നും ആവുന്നില്ല, ഉള്ളതാട്ടം വെച്ച് ആകെ കൊണ്ടുവന്നു ഈ ഒരു കണ്ണാടിയെ. ബാക്കി രണ്ടെണ്ണം ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക.
സാധാ ഷർട്ട്സ്, സാധാ ജീൻസ്. അപ്പോൾ അടുത്ത് ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല, ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. എല്ലാ എണ്ണവും കിടന്ന് സുഖം ഉറക്കുക. പിന്നെ ജിൻഡോ ചേട്ടൻ എവിടെ പോയി, അർജുനും രാവിലെ എന്തോ ആവശ്യത്തിന് പോയി, ഋഷി പൂരം ഉറക്കുക. ഇന്ന് മറ്റേ ഡെസേർട്ട് സഫാരിയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കുളമായി. എല്ലാവരും പല വഴിക്ക് പോയി. ഋഷിയാണെങ്കിൽ എഴുന്നേറ്റേ ഇല്ല, അവനാണെങ്കിൽ സുഖം ഉറക്കം. ഇന്ന് അവൻ ഇപ്പോഴൊന്നും എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പോൾ എന്തായാലും ഡെസേർട്ട് സഫാരിയും നമ്മുടെ ഒരു ചേട്ടൻ സ്പോൺസർ ചെയ്തായിരുന്നു. ഡെസേർട്ട് സഫാരിയും പിന്നെ ദുബായ് മൊത്തം കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇന്നലെ വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവനെ തന്നെ ഞാൻ തിരിച്ച് വിളിച്ചു, നമുക്ക് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കറങ്ങാൻ പോകാനാണ്. അപ്പോൾ ഡെസേർട്ട് സഫാരി എല്ലാ സാധനവും ക്യാൻസൽ. ഇനിയിപ്പോൾ ദുബായിൽ എവിടെയെങ്കിലും അറ്റവും മൂലൊക്കെ കണ്ടിട്ട് വരാം. ബൈ. ഇന്നലത്തെ കൂട്ട് തന്നെ ഒരു വെയിലത്ത് തെണ്ടി നടക്കുന്നു. അവന് കുടയുണ്ട്, എനിക്ക് കുടയില്ല. ഞാൻ മറ്റേ സരോജ് കുമാറാണ് ഞാൻ. സരോജ് കുമാർ. ഇപ്പം നമ്മൾ എവിടെ പോകുന്നടാ? ദുബായ് മാൾ കാണാനും ബുർജ് ഖലീഫ കാണാനും. ബുർജ് ഖലീഫ. ഒരു വെയിലത്ത് ബുർജ് ഖലീഫ കാണാൻ പോകുന്നു. എന്തായാലും പോടാ ചെയ്തിട്ട്. അപ്പം ഒരു വെയിലത്ത് നമ്മൾ എന്താണ്ടൊക്കെ കാണാൻ പോകുന്നുണ്ട്. എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ, പോയി കണ്ടേക്കാം. മണ്ടൊക്കെ പോയി തല ഇറങ്ങും. ഞാൻ തല ഇറങ്ങി. ആദ്യമായിട്ട് കാണുന്നു. അപ്പൊ ഞങ്ങൾ ദുബായ് മോളിൽ പോകുന്നു. എന്തോ ഒന്നും മേടിക്കുന്നില്ല, അതിനുള്ള സാമ്പത്തികം ഇപ്പം എനിക്കില്ല. എക്സ്പ്ലോറിങ് ഓൺലി. നമ്മൾ ഇപ്പം ലുലുവിലാണെങ്കിലും പോയി അതല്ലേ ചെയ്യാറുള്ളൂ നാട്ടിൽ. അതേ പരിപാടി. പോവുക, എല്ലാ കടകളും കാണുക, തിരിച്ചു വരിക. വായ്നോട്ടം ഇവന്. ഞാൻ കമ്മിറ്റഡ് അല്ലെങ്കിലും ഞാൻ വായി നോക്കാറില്ല. അപ്പോൾ അങ്ങനെ ദുബായ് മോളിൽ പോയിട്ട് വരാം. നമ്മൾ ദുബായ് മോളിലോട്ട് കയറുന്നു. ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വ്ളോഗാണ്. മറ്റവർക്ക് വേണ്ടിയാണ്. നമ്മളുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ വ്ളോഗാണ് കേട്ടോ. കാര്യം മറ്റേ വ്ളോഗർമാരൊക്കെ വന്ന് ഇവിടെ ഭയങ്കര പർച്ചേസൊക്കെ നടത്തും. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളില്ല. ബാസ്കിൻ റോബിൻസ് മിണ്ടാതെ അവിടെ ഇരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ എല്ലാം കാണുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. മറ്റേ ബ്ലോഗർമാരെ കൂട്ടി നമ്മളെല്ലാം മേടിക്കാനൊന്നും പോകുന്നില്ല. മേടിക്കാൻ പറ്റൂല. കയ്യിൽ ഒരു നയ പൈസ ഇല്ല. പരഗതി ഇല്ലാതെ ഞങ്ങളിവിടെ തെണ്ടി തിരിയുകയാണ് ഗൈസ്. എന്തിന് എന്നെനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ തെണ്ടി തിരിയുകയാണ്. വീടിൻ്റെ ആധാരം വെച്ചാൽ പോലും മേടിക്കാൻ പറ്റാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് വില കേട്ട് ഞെട്ടി. ഇതാ ഞങ്ങൾ രണ്ടുപേരും കോരിത്തെരിച്ച്. ഇനി കൂടുതലൊന്നും എനിക്ക് കാണാൻ വയ്യ. ഇനി വീടിൻ്റെ ആധാരം കൊടുത്താലും എനിക്ക് ഇവിടുന്ന് ചിലപ്പോൾ കപ്പലിൻ്റെ മുട്ടായി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാനിവിടുന്ന് പോകുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഇറങ്ങി. ഞങ്ങൾ ബുർജ് ഖലീഫ വെളിയിൽ നിന്ന് കണ്ടിട്ട് പോകാതെ മുകളിൽ പോയി കാണാം. മുകളിൽ പോയി കാണും മിക്കവാറും. അത് ഞങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ ചാടയ്ക്കൊരു കുറവും വേണ്ട. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടന്നാൽ മതി. ഫുൾ തഗ് ലൈഫ് തന്നെ. അതെ. പുറത്തുനിന്ന് കാണുമ്പോൾ സിഗ്മ ബി. ഫുൾ വൈബാണ്. ചില്ലൗട്ട് മാത്രമേ ഉള്ളൂ. പൈസ എടുത്ത് വീശ്. അഭിഷേക് പൈസ വീശും. ബിഗ് ബോസിലെ പൈസ എടുത്ത് വീശ്. അടിച്ചു കയറി വരും. നീന്തി കുളിച്ച് വാ. എടുത്ത് ചാടിയാ പോലീസ് വെക്കുമോ? ഉറപ്പല്ലേ? എന്നാ പിന്നെ വേണ്ട. ദിറംസ് ആയിരിക്കും ഫൈൻ. ദിറംസ് കൊടുത്തേക്കാം.
ഒരു 5000 തരംസെങ്കിലും കൊടുത്തേക്കാം. 1 ലക്ഷം അങ്ങ് വാരി. അപ്പൊ ഇവിടുന്ന് ഏതെങ്കിലും പെണ്ണ് സെറ്റാവാൻ നോക്കുന്നുണ്ട്. ഇവിടെ ലവിന്റെ സ്ഥലത്ത് പോയി നിന്നാൽ ചിലപ്പോൾ പെണ്ണ് കിട്ടിയാലോ? ഒരിക്കലും ഇല്ല. ഇവിടെ നല്ല അറബി കുട്ടികളുണ്ട്, പറ്റും. നല്ലതാ. അറബികള് കേക്കണ്ട, ഇവിടുന്ന് തന്നെ പിടിച്ചകത്തിടും. ഇവരിങ്ങനെ പറഞ്ഞത് ഇത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവരുടെ മുഖം കണ്ടാ അറിയാം. അഭിഷേക കുക്കീസ് വേണം? കുക്കീസ് വേണ്ട. നല്ല റോസാപ്പൂക്കളിലുണ്ട്, കുറേ ഗേൾ ഫ്രണ്ട്സ് ഇല്ല, എല്ലാവരും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത് ഗേൾ ഫ്രണ്ട്? എടാ എത്രയുണ്ട്? എനിക്ക് ഒരെണ്ണം പോലും ഇല്ല. അഭിഷേക് ഫാൻസ് ഗേൾസ് അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട്. ഇരിക്കുന്നു. ഞാൻ അതൊന്നും കണ്ടിട്ട് ഇതാകല്ലേ. ഇല്ല ഇല്ല, കുറേ ആൾക്കാർ തരും. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കണ്ടേ അമ്മാനെ. ഏറ്റവും വില കൂടിയ ചോക്ലേറ്റ് എത്ര വാങ്ങുന്ന? ആർക്കും കൊടുക്കാടാ, വാങ്ങണം. കൊടുക്കാനായിട്ട് ഞാൻ മുട്ടായി വാങ്ങേണ്ട കാര്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് എനിക്ക് തിന്നാൻ ഫോട്ടോ നോക്കായിരുന്നു. കാശ് കൊടുത്താൽ കുഴപ്പമില്ല. നടന്ന് ഞാൻ മടുത്തു. എടാ ഒരു എക്സിറ്റ് തപ്പാ പറഞ്ഞിട്ട് നീ ഏത് എക്സിറ്റാണ്? നിനക്ക് ബുർജ് ഖലീഫ കാണാൻ ഈ എക്സിറ്റിലൂടെ പോകണം. എത്തിയില്ല എന്നൊന്നും പറയരുത്. ഒരു ബുർജ് ഖലീഫ കാണിക്കാൻ തുടങ്ങിയിട്ട് അവൻ 2 മണിക്കൂറായി. ഇതിനകത്ത് കിടന്ന് കറക്കാൻ തുടങ്ങിയിട്ട് ഒരു എക്സിറ്റ് തപ്പി കറക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇവിടെ ഇപ്പത്തോ നമ്മളങ്ങനെ ബുർജ് ഖലീഫ കാണാൻ പോവാണ് ഗൈസ്. അങ്ങനെ 2 മണിക്കൂർ അവനൊരു ബുർജ് ഖലീഫ എക്സിറ്റ് തപ്പാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാവുന്നു എത്തുന്നത്. എൻ്റെ കാലിൻ്റെ പരിപ്പിളകി. നടന്നു അങ്ങനെ നമ്മൾ പുറത്തെത്തി. എവിടെടാ ബുർജ് ഖലീഫ? ഇപ്പൊ എത്തും, നോക്കട്ടെ. ബുർജ് ഖലീഫ തപ്പുവാണ് ഗൈസ്. ഇവിടെ ബുർജ് ഖലീഫ അടിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ദുബായ് ഫൗണ്ടൻ. ഇതാടാ മുകളിൽ നോക്കടാ. കണ്ടോ ഗൈസ്? സോറി, ഇവിടെ ഉണ്ടായിട്ടാണ്. അങ്ങനെ ഒരു വെയിലത്ത് എത്ര മണിയാടാ? 2 മണിയാവാൻ. 2 മണിയുടെ വെയിലത്ത് ബുർജ് ഖലീഫ കാണാൻ വന്നിരിക്കുന്നു. ഒരു പണിയില്ല. നല്ല രസമല്ലേ? നല്ല രസം. എന്തിയാ ബുർജ് ഖലീഫ? കൊള്ളാം, നല്ലതായിട്ടുണ്ട്. എനിക്ക് മേളോട്ട് നോക്കാൻ പറ്റണില്ല ഈ ഗ്ലാസ് വെച്ചിട്ട്. നമുക്ക് രാത്രി വരാം. ഇതിൽ അടിപൊളി വ്യൂ ആയിരിക്കും. ഇത്രയും എന്താ തെറ്റി പുറത്ത് കറങ്ങാൻ വരുന്ന ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഒരു വെയിലത്ത് ഒറ്റ മനുഷ്യയില്ല. അവരങ്ങനെല്ലാം പറയും കാര്യമാക്കട്ടെ. ആഹാ, ഇത് കാണാൻ ഉച്ചക്കത്തെ വെയില് അടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് വെയിലത്തൂടെ നടക്കുന്നു. കൊട. ഓ സന്തോഷം, അതെങ്കിലും ഉണ്ട്. സർവീസ് സാറിന് കൊട. അയ്യോ വീട്ടിൽ പോടെ വയ്യ. 10 മിനിറ്റ് ഏകദേശം 2 മണിക്കൂറിനടുത്ത് ഞാൻ ഷോപ്പിംഗ് മോളിൽ കറങ്ങി നടക്കുമായിരുന്നു. ഇവൻ പറഞ്ഞു എക്സിറ്റ് ഉണ്ട്, ബുർജ് ഖലീഫയുടെ മുന്നിൽ ഒരു എക്സിറ്റ് ഉണ്ടെന്ന്. ഓരോ സെക്യൂരിറ്റികളും ഓരോ വഴി പറഞ്ഞു തന്നു. അതോടെ നടന്ന് എനിക്ക് വയ്യ. 10 തവണ വന്നാലും തെറ്റിപ്പോകും. എന്നാലും അപ്പോൾ എന്തായാലും ബുർജ് ഖലീഫ ഇങ്ങനെ തല മണ്ടയ്ക്കോട്ടിട്ട് കാണുന്നുണ്ട് ഞാൻ. പക്ഷെ മൊത്തം കാണാൻ പറ്റുന്നില്ല, വെയിലടിക്കുന്നുണ്ട്. എന്തോന്നാടേ ഇത്? അയ്യോ, സമ്മതിച്ചേ പറ്റും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ ഒരു വ്ളോഗിൽ ബുർജ് ഖലീഫയിൽ കയറാറില്ല. സാധാരണക്കാരനെ എപ്പോഴും ബുർജ് ഖലീഫയുടെ പുറത്ത് നിന്ന് കാണാറേ ഉള്ളൂ. അത് തന്നെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. ഒരു വ്യത്യാസവും ഇല്ല. ദുബായ് മോളിൽ കയറി. ദുബായ് മോളിൽ കയറി. വീടിൻ്റെ ആധാരം കൊടുത്താലും അവിടെ സാധനം കിട്ടില്ലെന്ന് ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കടക്കാരോട് ചോക്ലേറ്റിൻ്റെ വിലയൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടി. എന്തായാലും ഇനി ഞെട്ടലുകൾ മാറാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്തെന്തൊക്കെ ഇനി പോവില്ലയോ? ഇനി മെട്രോയിൽ പോവുക, നേരെ റൂമിൽ പോവുക, ഒരു കിടക്കുക. വയ്യ, വിയർത്ത് ഒഴുകുന്നു. വെയിലത്തൂടെ നടക്കുക. ഒരു ദുബായിൽ വന്നിട്ട് ഒരു ദുബായ്ക്കാരെ എന്നെ കൊണ്ടുവന്നത് വെയിലത്ത്. ഫസ്റ്റ് പ്രവാസികളെല്ലാം ഇങ്ങനെ പഠിക്കണം. അതെ, ഞാൻ സാധാരണക്കാരൻ്റെ ജീവിതം നയിക്കുന്ന ഒരു വ്ളോഗാണിത്. ആ വ്ളോഗിൽ നമ്മൾ പോകുന്നു.